യെസ്, ചോദിച്ചു. നമ്മൾ 26 പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐ ആണോ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഈ താങ്ക് യു ഫോർ ഇത് സെന്റൻസ് പറഞ്ഞു. അടുത്ത് വീണ്ടും നമ്മൾ ചെന്നൈയിൽ ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും താങ്ക് യു പറയണോ? അതോ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ട് ലാസ്റ്റും പറഞ്ഞാൽ മതിയോ? ആ, ആദ്യം പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റിലേ പറയണ്ട. ഓരോ സ്ഥാനങ്ങളിൽ പറയേണ്ട ആവശ്യമില്ല. താങ്ക് യു സർ. മോസ്റ്റ് വെൽക്കം. വേറെ ആർക്കും എന്താ ചോദ്യമുള്ള ചോദിച്ചോളൂ. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല് 26 സ്ഥാനങ്ങളിൽ റേക്കി കൊടുക്കാൻ പറഞ്ഞു. അത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതിയോ? അതെങ്ങനെയാണെന്ന് പറഞ്ഞു. അതെ അതെ അതെ. ഒന്നും നമ്മൾ എന്താ പറയുക, ഈ സ്ഥാനങ്ങളിലൊക്കെ റേക്കി നൽകുന്ന സമയത്ത് ശരീരത്തിനകത്തും പുറത്തും ശരീരം കൈവച്ചാണ് കൊടുക്കുന്നത്. അപ്പം കൈക്ക് എന്താണോ അനുഭവം, ഇതൊക്കെ മാത്രമേ ശ്രദ്ധിക്കണ്ടൂ. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. അടുത്ത ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൈകളുടെ രീതി വേണ്ടതെന്ന്. ഓക്കെ, എങ്ങനെയായിരിക്കണം കൈകൾ വേണ്ടത്. കൈകൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് പോലെ അതിനകത്ത് കണ്ടല്ലോ, ഇങ്ങനെ പല സ്ഥലത്തും ചെയ്യുന്ന രീതി ഇങ്ങനെ കണ്ടില്ലേ. ഓരോ സ്ഥാനങ്ങളിലും ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വെക്കുന്ന 26 സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ ഏത് രീതിയിൽ വേണം എന്നാണ്. ഇപ്പോൾ കൈ ഫ്ലാറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടും ചെയ്യുക, ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വെച്ച് ചെയ്യുക. പക്ഷേ ഫ്ലാറ്റായിട്ട് വെച്ച് ചെയ്യുന്നതിൽ നല്ലത് കൈ ഒരു കപ്പിൻ്റെ ഷേപ്പിൽ വെച്ച് ചെയ്യുക. കപ്പിൻ്റെ ഷേപ്പ്, കൈക്കുമ്പിൾ എന്നൊക്കെ പറയുന്നില്ല നമ്മൾ, ആ രീതിയിൽ വിരലുകളൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കപ്പിൻ്റെ ഷേപ്പ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കൈ ഓരോ സ്ഥാനങ്ങളിൽ വെക്കുക കപ്പിൻ്റെ ഷേപ്പിൽ. എന്തിനാ ഈ കപ്പിൻ്റെ ഷേപ്പിൽ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കപ്പിൻ്റെ ഷേപ്പിൽ വെക്കുമ്പോൾ സാധാരണ റെക്കി ഫ്ലോ ചെയ്യും. പക്ഷേ കപ്പിൻ്റെ ഷേപ്പിൽ വെക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എനർജി അതിനകത്ത് നിന്ന് ഈ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഈ കപ്പിൻ്റെ ഷേപ്പ്, ഈ കപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് പോലെയായത്. ഈജിപ്തിലുള്ള പിരമിഡിനെ കണ്ടില്ലേ? പലരും നമ്മുടെ ഗൂഗിളിലൊക്കെ കണ്ടു കാണും, യൂട്യൂബിലൊക്കെ കണ്ടു കാണും. അതെങ്ങനെയാണ്? ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത് അല്ലേ പിരമിഡ്, ഈജിപ്റ്റ് പിരമിഡ്. ആ പിരമിഡിൻ്റെ അകത്ത് എന്താ കിടക്കുന്നത്? ആ പിരമിഡിനകത്ത് കിടക്കുന്നത് ഡെഡ് ബോഡീസ് ആണ് അല്ലേ, ശവശരീരങ്ങൾ. അന്നത്തെ 3000-4000 വർഷം പഴക്കമുള്ള രാജാക്കന്മാരുടെ, രാജ്ഞിയുടെയും അതേപോലെ പ്രശസ്തരായിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ ശവശരീരം പച്ചമരുന്നുകൾ റാപ്പ് ചെയ്തിട്ട് പൊതിഞ്ഞിട്ട് 3000-4000 വർഷങ്ങൾക്ക് മുമ്പേ വെച്ചിരിക്കുക. അതിൻ്റെ പ്രധാന കാരണം ജീർണിക്കാതെ ഇന്നും കാണാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പിരമിഡിൻ്റെ അകത്ത് കൂടെ ഒഴുകുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രപഞ്ച ഊർജത്തിൻ്റെ ശക്തി കാരണം. പ്രപഞ്ച ഊർജത്തിന് അത്രയും ശക്തിയുണ്ട്. ആ ശവങ്ങൾ ഇത്രയും 3000-4000 വർഷങ്ങളായിട്ടും നശിക്കാതെ കേടുകൂടാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ പ്രധാന ഘടകം, അതിൻ്റെ പ്രധാനമായിട്ടുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പിരമിഡിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രപഞ്ച ഊർജത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൈകളും ഈ കപ്പ് ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ 10 മടങ്ങായിട്ട് ഊർജം ഒഴുകി ഇറങ്ങാനായിട്ട് നിങ്ങളെ സഹായിക്കും. അത് സ്വയം ചെയ്യുമാവട്ടെ അല്ലെ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഇതേ രീതിയിൽ തന്നെ കപ്പ് ഷേപ്പിൽ തന്നെ വെക്കണം. എന്ന് പറഞ്ഞാൽ എനർജിയെ 10 മടങ്ങായിട്ട് നമ്മളെ തന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. 10 മടങ്ങായി. ഇപ്പം ചില സമയത്ത് നമ്മളെ നമുക്ക് സഹായമായിട്ട് ഉപയോഗിക്കുന്ന ഈ എന്താ പറയുന്നത്, ഈ ഭൂതക്കണ്ണാടി എന്നൊക്കെ പറയുന്നത്, മാഗ്നിഫയിങ് ഗ്ലാസ്. എന്താണ് മാഗ്നിഫയിങ് ഗ്ലാസ് ചെയ്യുന്നത്? അത് നമ്മൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? സാധാരണ ചെറിയ അക്ഷരങ്ങളെ അത് 10 മടങ്ങായിട്ട് നമ്മളെ അക്ഷരങ്ങൾ വലുതാക്കിയിട്ട് അനായാസമായിട്ട് നമുക്ക് വായിക്കാനായിട്ടുള്ള സഹായിക്കുന്ന രീതിയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വസ്തുവെ 10 മടങ്ങായിട്ട് ഉപയോഗിക്കാനാണ് എന്താണ് എനർജിയും അതേപോലെ തന്നെ 10 മടങ്ങായിട്ട് നമ്മളെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധ്യമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൈകുമ്പിൾ രൂപത്തിലുള്ള കപ്പ് ഷേപ്പിലുള്ള ഹാൻഡ് പ്ലേസ്മെന്റ്, കൈവച്ച് ചെയ്യുന്ന ആ ഒരു ചികിത്സ. പിന്നെ നമ്മുടെ 2 ചെന്നികളും, ഈ 2 ചെന്നി, ക്രൗൺ ചക്ര എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രൗൺ ചക്രയിൽ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യരുത്. ക്രൗൺ ചക്ര നാളെ ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്ത് തരുന്ന സിസ്റ്റമാണ് ഞാൻ നാളെ ചെയ്യാനായിട്ട് പോണത്.
നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ക്രൗൺ ചക്ര, സഹസ്രാര ചക്ര തുറന്നു തരുന്നതാണ്. പിന്നെ സഹസ്രാര ചക്ര മാത്രമല്ല, 4 പ്രധാന ചക്രകൾ ധാരാളം തുറന്നു തരുന്നതാണ്. സഹസ്രാര ചക്ര, അതേപോലെ തന്നെ ആജ്ഞാചക്ര, വിശുദ്ധി ചക്ര, അനാഹത ചക്ര. ഇത് 4ഉം തുറന്നു തരുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ നാളെ ചെയ്യാനായിട്ട് പോണത് റെക്കിയുടെ ദീക്ഷാ സമയത്ത്. അപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ സാധനയിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു കിട്ടും. ബാക്കി ഏതൊക്കെ? 7 പ്രധാന, 4 പറഞ്ഞുള്ളൂ. ബാക്കി കിടക്കുന്ന 3ഉം പിന്നെ ബാക്കി ചെറിയ ചെറിയ ചക്രകളൊക്കെ നിങ്ങളുടെ സാധനയിൽ കൂടിയാണ് തുറന്നു കിട്ടുന്നത്. ഈ രീതിയാണ് നാളെ ചെയ്യേണ്ടത്. എന്തിനാണ് ഈ രീതിയിൽ കപ്പ് ഷേപ്പിൽ കൈ വെക്കുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ. അപ്പം അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ പാലിക്കേണ്ട ചില നിബന്ധനകൾ, 8 കാര്യങ്ങൾ ഞാനൊരു PDF ഫയലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 8 പ്രധാന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് വായിക്കാത്തവർ, കാണാത്തവർ വീണ്ടും ചെന്നിട്ട് അതൊക്കെ വായിക്കുക. 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലതുപോലെ വെള്ളം കുടിച്ചേർക്കണം. നല്ലതുപോലെ വെള്ളം കുടിച്ചിരിക്കണം. നാളെ മുതൽ സാധാരണ കുടിക്കുന്നതിൽ എക്സ്ട്രാ 2 ഗ്ലാസ് ആഡ് ചെയ്ത് കുടിച്ചിരിക്കണം. 2 ഗ്ലാസ് എഡീഷണൽ കുടിച്ചിരിക്കണം നാളെ മാത്രമല്ല, ഇനിയുള്ള ഈ പ്രാക്ടീസ് നാളുകളിലെല്ലാം 21 ദിവസങ്ങൾ മുഴുവനും നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. എന്തിനായി വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്ന സമയമാണ്. ദീക്ഷയോടുകൂടി ശരീരത്തിനകത്തുള്ള നെഗറ്റീവ് എനർജി ആവട്ടെ, ബ്ലോക്കേജസ് ആവട്ടെ, കോഡാവട്ടെ, ഇതൊക്കെ റിലീസ് ചെയ്യുന്ന സമയം. അപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയും. അതൊക്കെ ശരീരത്തിൽ കുമിഞ്ഞുകൂടും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ കുമിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ തലവേദന, തൊണ്ട വരേണ്ടതുപോലെ തോന്നും. ഇതൊക്കെ ആലസ്യത എന്ന് പറയില്ലേ, അതൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം കുടിക്കണം എന്ന് പറയണത്. നിർബന്ധപൂർവ്വം കുടിച്ചിരിക്കണം 21 ദിവസം. അത് നിങ്ങൾ നല്ല രീതിയിൽ ശരീരത്തിനകത്തുള്ള ഈ മാലിന്യങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അത് വെള്ളം കുടിച്ചിട്ട് വെള്ളത്തിൽ കൂടെ തന്നെ അത് പുറത്തേക്ക് തള്ളപ്പെടണം. നല്ലതുപോലെ വെള്ളം കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കാണിക്കും. അത് കാരണം വെള്ളം നല്ലതുപോലെ കുടിച്ചോളൂ. രണ്ടാമത്തെ കാര്യം, നാളെ മിതമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. മിതമായ രീതി എന്ന് പറഞ്ഞാൽ അരവയറ് ഭക്ഷണം കഴിക്കുക. ആയുർവേദം പറയുന്നില്ല അരവയറ് ഭക്ഷണം. അരവയറ് ഭക്ഷണം കഴിച്ച് അരവയറ് വായുവിന് വേണ്ടി മാറ്റി വെക്കണം. അതേപോലെ സ്പേസ് കൊടുത്ത്, ഇനി വായു എന്താണെന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അരവയറ് ഭക്ഷണം കഴിച്ചാൽ മതി. അരവയറ് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. അധികം കഴിച്ചിട്ട് മുക്കറ്റം കഴിച്ച് മെഡിറ്റേഷൻ ഇരിക്കുമ്പം പാട് പെടരുത്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറ്. അതുകൊണ്ടാണ് അരവയറ് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മത്സ്യമാംസങ്ങളൊക്കെ വർജിക്കണം 21 ദിവസം. നാളത്തെ അറ്റ്യൂൺമെൻറ്റ് ദീക്ഷയോടുകൂടി 21 ദിവസത്തെ സാധനകളിൽ മത്സ്യമാംസങ്ങൾ വർജിക്കണം. മത്സ്യമാംസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുട്ടയല്ല ഉൾപ്പെടും. ഇനി മുട്ട വെജിറ്റേറിയൻ അല്ലേ എന്ന് ചോദിക്കണ്ട, അതെല്ലാം നോണിൽ വരുന്നതാണ്. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ കള്ള്, ഡ്രിങ്ക്സ് ഒന്നും ഉപയോഗിക്കരുത്. പുകവലി പാടില്ല. മയക്കുമരുന്നുകൾ, തമ്പാക്കു, അത് ഇതൊക്കെ എന്തെങ്കിലും എല്ലാം നിർത്തിയേക്കണം. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെയോ നേടാനായിട്ട് വന്നിരിക്കുകയല്ലേ നിങ്ങൾ. ജീവിതത്തിൽ റെക്കിയിൽ കൂടെ എന്തൊക്കെയോ നേടാനായിട്ട് വന്നതല്ലേ. അപ്പം നേടാനായിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ സാക്രിഫൈസും ചെയ്യണം. പലതും നേടണമെങ്കിൽ ചില ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ത്യാഗങ്ങൾ സഹിക്കണം. ആ ത്യാഗങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നേടാനായിട്ട് വന്നത് അത് പൂർണ്ണമായിട്ട് നേടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത് വല്ലപ്പോഴും എപ്പോഴെങ്കിലും നടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ മതിയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിരുന്നാലും സ്ട്രിക്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് 21 ദിവസത്തെ
ഈ ഒരു സാധന സമയത്ത് ഇതെല്ലാം വർജിക്കണം. നോൺ കഴിക്കുന്നത് പാടെ നിർത്തണം. ലഹരി പദാർത്ഥങ്ങൾ പാടെ നിർത്തണം. ഞാൻ എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 1996 കാലഘട്ടത്തിൽ പഠിച്ചതാണ്, 1996. ഇന്ന് 29 വർഷമായി. അന്ന് ഇതേപോലെ തന്നെ നേരിട്ട് ചെന്ന് പഠിക്കേണ്ട കാലമായിരുന്നു. ഞാൻ പറഞ്ഞു, അന്ന് നേരിട്ട് ചെന്ന് പഠിച്ചപ്പോൾ ആദ്യത്തെ ദിവസം വൈകിട്ടാകുമ്പോഴാണ് പറയുന്നത് ക്ലാസ്സിനകത്ത്, എന്ത്, നാളെ ദീക്ഷയാണ്. ഇതേ ഇപ്പോൾ ഞാൻ എനിക്ക് പറയുന്നത് പോലെ അരവയറ് ഭക്ഷണം കഴിക്കാവൂ, വെജിറ്റേറിയൻ ആയിരിക്കണം, മത്സ്യമാംസങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പലതും നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴെന്താണ് നിങ്ങളുടെ മനസ്സിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അതേ കാര്യം എൻ്റെ മനസ്സിനകത്ത് 29 വർഷങ്ങൾക്ക് മുൻപ് നടന്നുകൊണ്ടേയിരുന്നു. കാരണം ഞാനൊരു നല്ല നോൺ കഴിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റ്. കാരണം അതിന് പ്രത്യേക കാരണം എൻ്റെ ഫാദറിന് ഹോട്ടൽ ബിസിനസ്സായിരുന്നു ബോംബെയിൽ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇതൊക്കെ വരും, പല ഐറ്റംസ് വീട്ടിലേക്ക് എത്തും. ഒന്നും വീട്ടിൽ അധികം ഉണ്ടാക്കണം എന്നില്ല, എല്ലാ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് വരും, പല പല ഐറ്റംസ് വരും. എന്നിരുന്നാലും എനിക്കെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുട്ട എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് മുട്ട. മുട്ട എന്ത് ചെയ്യും? ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കും. ഓംലെറ്റ് അല്ല, ബുൾസൈ എന്ന് പറഞ്ഞാൽ അത് ഉടച്ച് കുരുമുളകൊക്കെ ഇട്ട് ഒരു ഹാഫ് ബോയിൽഡ് ആക്കി എന്ന് കഴിക്കുന്ന ആളാണ്. കഴിക്കുമ്പോൾ 2, 3 കഴിക്കുന്ന ആളാണ് ഞാൻ. ഒരു ദിവസത്തെ കാര്യം പറയുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, എപ്പോഴെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെ, തലശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ, അവിടെയാണ് എൻ്റെ നാട്. തലശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപ്രിയനാണ്. ഞാൻ പറഞ്ഞില്ല നോണ് കഴിക്കാമെന്ന്. അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിൽ പോകും. തലശ്ശേരിയിൽ നിന്ന് ഞാൻ കോഴിക്കോട് യാത്ര ചെയ്തിട്ട് വരും. തലശ്ശേരി ഓൾറെഡി ഭക്ഷണം കിട്ടുന്ന ഒരുപാട് ഭോജനാലയങ്ങൾ ഒരുപാടുണ്ട്. ഭോജനാലയങ്ങൾ പാരീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഓൾറെഡി ഉണ്ട്. അവിടെ സകല സാധനം കിട്ടും, നെയ്ച്ചോറ് മുതൽ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. എന്നിരുന്നാലും തീറ്റിപ്രിയനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തലശ്ശേരിയിൽ നിന്ന് ബസ് പിടിച്ചിട്ട് കോഴിക്കോട് പോകും. 1 മണിക്കൂർ വേണം കൃത്യം പറയുകയാണെങ്കിൽ. ഉള്ളവർക്കറിയാം, പോയവർക്കറിയാം, കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കറിയാം. അതിന് ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് യാത്ര ചെയ്തിട്ട് പോകും. എന്തിനാണെന്നറിയാം? അവിടെ ചെന്നിട്ട് ഓരോ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് അവിടുത്തെ മുട്ട ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും, മീറ്റ് ആട് ബിരിയാണി, കോഴി ബിരിയാണി, കറികൾ അത് വേറെ, ഞണ്ട് കറി വേറെ, ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാം. അങ്ങനെയുള്ള എൻ്റെ അടുത്താണ് ഇത് കേൾക്കുന്നത്. ഞാൻ ഇത് 21 ദിവസത്തേക്ക് മുടങ്ങണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പഠിക്കാൻ പോയിരിക്കുന്നത് എന്തൊരു ഹയർ പർപ്പസിന് വേണ്ടിയല്ലേ. പല കാര്യങ്ങളും എനിക്ക് നേടാനുണ്ട്, അതിനു വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു 21 ദിവസമല്ലേ, ശരി 21 ദിവസം എങ്ങനെയും കടിച്ച് പിടിച്ച് അതും കഴിഞ്ഞിട്ട് അങ്ങ് അടിച്ച് പൊളിക്കാലോ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ 21 ദിവസം ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഉറച്ചു. എന്താ പറയുക, ദൃഢവിശ്വാസത്തോടു കൂടി തന്നെ ചെയ്ത് നോണ് ഞാൻ തൊടില്ല എന്നാണ്, വെജിറ്റേറിയൻ തന്നെ ആയി. അപ്പോൾ 21 ദിവസം ഞാൻ നല്ലതായിട്ട് ചെയ്ത് എനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഈ പ്രാക്ടീസിനിടയിലുണ്ടായി. ആ നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് പിന്നീട് എന്തുകൊണ്ട് ലൈഫ് ലോങ് വെജിറ്റേറിയൻ ആയിക്കൂടാ, ഐ വാണ്ട് ടു ബിക്കം എ വെജിറ്റേറിയൻ ലൈഫ് ലോങ്. ഞാൻ അങ്ങനെ ഒരു സങ്കല്പം എടുത്തു, ഇനി ഞാൻ നോൺ ഒരിക്കലും കഴിക്കില്ല എന്ന്. ഇന്നത്തെ തീയതി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് വരെ ഞാൻ അതിന് ശേഷം നോൺ കഴിച്ചിട്ടില്ല. മുട്ടയാവട്ടെ ഒരു വസ്തുവും കഴിച്ചില്ല. ഇന്ന് ഞാൻ 29 വർഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. എന്ത്, വെജിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ ശരീരം വീക്കായി പോവും, ആളില്ലാതായി പോവും കുറച്ച് മാസം കൊണ്ട്. ഇതൊക്കെ ചുമ്മാ നമുക്കതിനോടുള്ള ആസക്തി ഉള്ളത് കൊണ്ടാണ് കഴിക്കണം എന്നുള്ളത്. അത് നിയന്ത്രിക്കണമെന്ന് മനസ്സോടുകൂടി നിങ്ങൾ സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ, ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ പ്രകൃതി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കത് കഴിക്കാൻ തോന്നില്ല. എനിക്ക് ഇതുവരെ കഴിക്കാൻ തോന്നില്ല, ഞാൻ കഴിക്കുകയില്ല. കാരണം ഞാൻ ആ സ്ഥലത്ത് പോകാറേ ഇല്ല. ഇപ്പോൾ ആ സ്മെല്ലുള്ള സ്ഥലത്ത് ഞാൻ പോകാറില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ സംഭവം. ഇന്നും കേരളത്തിൽ പല ഭാഗത്ത് ചെന്നാൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. നമ്മൾ അവരെ കണ്ടിട്ടില്ല, അവരുടെ ജീവിത ശൈലി നമ്മൾ അറിയാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പട്ടന്മാരുണ്ട്, അയ്യർ എന്നൊക്കെ പറയുന്നവർ. അവരൊക്കെ ജന്മനാൾ തന്നെ അവർ വെജിറ്റേറിയൻ ആണ്. എത്രയോ തലമുറകളായിട്ട് വെജിറ്റേറിയൻ ആണ്. പട്ടന്മാരൊക്കെ ആയിട്ട് പറയുന്നില്ല, പട്ടർ. ഈ പാലക്കാട് ഭാഗത്തൊക്കെ കാണാം ചിലവർ. അവരൊക്കെ എന്താണ്, വെജിറ്റേറിയൻ ആയിട്ട് അവർ ജീവിക്കുന്നില്ല. അസുഖങ്ങളും കുറവാണ് അവർക്ക്, കമ്പയറിങ് ടു അതേഴ്സ്.
നമുക്കാണെങ്കിൽ ക്യാൻസർ, ട്യൂമർ, സിസ്റ്റ് ഇതൊക്കെ ഇന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ശരീരത്തിനകത്ത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഭക്ഷണ രീതി ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ നമുക്കറിയാൻ ഒരുപാട് വൈകി, എനിക്കൊക്കെ ഒരുപാട് വൈകി. അപ്പോൾ പട്ടന്മാർ ഇന്നും കാണാം, അയ്യന്മാർ വളരെ സാത്വികമായിരിക്കും. അവരുടെ ഇൻ്റലിജൻസും ഹൈ ക്ലാസ് ഇൻ്റലിജൻസ് ആയിരിക്കും. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരുടെ ഇൻ്റലിജൻസ് അതുപോലത്തെ തന്നെയായിരിക്കും. നോൺ കഴിക്കുന്നവരുടെ ഇൻ്റലിജൻസ് വെജിറ്റേറിയൻ കഴിക്കുന്ന ഇൻ്റലിജൻസ് തമ്മിൽ രണ്ട് വ്യത്യാസമാണ് അതിൻ്റെ ലെവൽ. അതുകൊണ്ടാ ഒരു ചൊല്ലുണ്ട്, എൻ്റെ നാട്ടിലൊക്കെ ചൊല്ലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയാമെന്ന് അറിയില്ല. പട്ടറിൽ പൊട്ടറില്ല, പൊട്ടനാണെങ്കിൽ അവൻ കലക്ടറായിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. പട്ടറിൽ പൊട്ടനില്ല എന്നാ, പൊട്ടനാണെങ്കിൽ അവൻ കളക്ടറായിരിക്കും പട്ടറിൽ. എന്നാൽ അതിൻ്റെ പറയുന്ന ഉദ്ദേശം എന്താണ്? ഹൈ ഇൻ്റലിജൻ്റ് ആയിരിക്കും അവർക്ക്. അവർ ഈ സാമ്പാറും തൈരും രസവും മോരും കൂട്ടിയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്കത് കാണാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാനോ അയ്യേ എന്ന് പറഞ്ഞ് നമ്മൾ മുഖം തിരിച്ചോടും, അത്രയേ ഉള്ളൂ. എനിക്കുണ്ടായിരുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പം അത് മാറി. നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ ആ മാറ്റം വരും. അതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ അനർത്ഥങ്ങളും അജ്ഞാനം. ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ ക്ലിയർ ആയിരിക്കും ആളെന്താണെന്ന്. അപ്പോൾ 21 ദിവസത്തെ വെജിറ്റേറിയൻ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ. അതിനൊന്നും ഞാൻ നിബന്ധനകളില്ല, ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യുകയില്ല. അത് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് നിർത്തുകയാണെങ്കിൽ നിർത്തുക. എത്രയോ എൻ്റെ സ്റ്റുഡൻസൊക്കെ കംപ്ലീറ്റ് ലൈഫ് വെജിറ്റേറിയനിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഞാനത് നിങ്ങൾക്ക് സ്വയം തോന്നി നിർത്തിയാൽ മതി, ഇല്ലെങ്കിൽ നിർത്തേണ്ട, കഴിച്ചോളൂ. അപ്പോൾ ഈ 3 പ്രധാന കാര്യങ്ങൾ നാളെ ചെയ്തിരിക്കണം. നല്ലതുപോലെ വെള്ളം കുടിച്ചിരിക്കണം. പിന്നെ അരവയറ് ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, മിതമായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, വെജിറ്റേറിയൻ ആയിരിക്കണം. ഇതാണ് എനിക്ക് എടുത്തു പറയാനുള്ളതും ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. മീൻ പദാർത്ഥങ്ങൾ എന്നിവ ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കോഫിയാണോ? അല്ല, ലഹരി പദാർത്ഥങ്ങളിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ലഹരി അല്ല സാറേ, കഫീൻ. കഫേൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ചായ കോഫിക്കകത്ത് രണ്ടിനകത്തും ഇത് കിടക്കുന്നു. ചായക്കകത്ത് ടാർട്ടിൻ കിടക്കുന്നുണ്ട്, കോഫിക്കകത്ത് കഫേൻ എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പഠിക്കുകയില്ല. അതാരാണെന്ന് മ്യൂട്ട് ചെയ്തേ അത്. അപ്പോൾ ചായ കോഫിക്കൊന്നും ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. അത് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ നിർത്താം. കാരണം ചായക്കകത്ത് ടാർട്ടിൻ എന്ന് പറഞ്ഞ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്, കോഫിക്കകത്ത് കഫേൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ലഹരി പദാർത്ഥങ്ങളാണ്, നമ്മളെ ഉത്തേജിപ്പിക്കും. ഇനി അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാണ് ബെസ്റ്റ്, ഗുഡ് ആൻഡ് വെൽ എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഞാനത് നിർബന്ധിക്കും. ഹലോ താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നല്ലപോലെ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ദീക്ഷ ലഭിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ സാധനകളൊക്കെ ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുക നാളത്തേത്. അപ്പം നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ, വൈകിട്ട് 8 വേണ്ട, 5 മണി വരെ ദീക്ഷ രാവിലെ ആരാണോ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ ദീക്ഷയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം, പങ്കുവെക്കണം സ്റ്റഡി ഗ്രൂപ്പിനകത്ത്. അതിനു വേണ്ടി ഞാൻ പെർമിഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീക്ഷയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് സ്റ്റഡി ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പെർമിഷൻ തരും. പലർക്കും പല രീതിയിൽ അനുഭവം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, അനുഭവങ്ങൾ ഉണ്ടാവും ചിലർക്ക്. പക്ഷേ അനുഭവങ്ങൾ ഇല്ലെങ്കിലും ഇനി ആർക്കും ഒരാൾക്കും അനുഭവം ഇല്ല എന്ന് വിചാരിച്ചോളൂ. 100% ദീക്ഷ എന്ന് പറയുന്ന ചടങ്ങ് ദീക്ഷയ്ക്കായിട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിച്ചിരിക്കും. വീണ്ടും ഞാൻ പറയാ, ഒരനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ദീക്ഷ എന്ന് പറയുന്ന ചടങ്ങ് 100% എല്ലാവർക്കും ലഭിച്ചിരിക്കും. ആരൊക്കെയാണ് നേരിട്ട് വന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇന്ന് എൻ്റെ അടുത്ത് ഏതാണ് നാളെയുള്ള സമയം, മോർണിംഗ് ആണോ ഈവനിങ് ആണോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ലൈവിൽ വരണം. കണ്ടു കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ആ സമയം കുറിച്ചിട്ട് നാളെ ദീക്ഷ തരാനായിട്ട് സാധിക്കും. അപ്പം നാളെ ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ രാവിലെ 8 മണി മുതൽ 5 മണി വരെ പങ്കുവെക്കാനുള്ളൊരവസരം നൽകുന്നതാണ്.
ഇനി അനുഭവം ഒന്നും ഇല്ലെങ്കിലും സാറേ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും പറയാം അങ്ങനെയുള്ള വ്യക്തികൾക്ക്. അത് കാരണം നാളത്തെ സ്റ്റഡി മെറ്റീരിയൽസ് വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് ഞാൻ നൽകുള്ളൂ. നാളത്തെ പഠന സാമഗ്രികൾ 5 മണി കഴിഞ്ഞേ ഞാൻ നൽകുള്ളൂ ഗ്രൂപ്പിൽ. പിന്നെ വൈകിട്ട് 8 മണിക്ക് ദീക്ഷ ലഭിക്കുന്നവർ പിറ്റേ ദിവസം അവർക്ക് ഇതേപോലെ തന്നെ രാവിലെ 8 മണി മുതൽ 5 മണി വരെ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഞാൻ നൽകുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 3 രീതിയിലുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് അറിയാനായിട്ട് അവസരങ്ങൾ നൽകുന്നുണ്ട്. അത് 2 എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ. ഒന്ന് ദീക്ഷയുടെ സമയത്ത് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് 7:15, 7:15 വൈകിട്ട് 8:15. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ 7:15, 7:45 എന്ന് പറയുന്ന സമയത്ത് കിടന്നിട്ട് അനുഭവിച്ചറിയാനായിട്ട്. വൈകിട്ടുള്ളവരാണെങ്കിൽ 8:15, 8:45 എന്ന് പറയുന്ന സമയം കിടന്ന് അനുഭവിക്കും. ഇത് രണ്ടാമത്തെ അനുഭവിച്ചറിയാനായിട്ടുള്ളൊരവസരമായി. ഇനി മൂന്നാമത് ഞാൻ പറയാൻ പോണത് അതാണ്. ഞാൻ പറഞ്ഞില്ല, പിന്നീട് ഞാൻ പറയുമ്പോൾ അതും കൂടി കണക്ട് ചെയ്ത് പറയാം. നാളെ രാത്രി 10 മുതൽ 10:30 മണി വരെ, നാളെ രാത്രി 10 മുതൽ 10:30 മണി വരെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റേക്കിയുടെ എനർജി അയച്ചു തരുന്നതാണ്. നിങ്ങളത് നിങ്ങളുടെ റൂമിൽ, ബെഡ്റൂമിലൊക്കെ കിടന്ന് സ്വീകരിക്കണം. ഇപ്പോൾ ഓഫീസൊക്കെ ഉള്ളവരാണെങ്കിൽ വേറെ വഴികളൊന്നുമില്ല, എന്നിരുന്നാൽ അവർക്ക് കിട്ടിയിരിക്കും. എന്തിനാണ് ഈ കിടന്ന് അനുഭവിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത്? അനുഭവങ്ങൾ ശരീരത്തിനകത്തും പുറത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. ആ പ്രപഞ്ച ഊർജം എങ്ങനെയൊക്കെയാണ് ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം 3 രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് നാളെ അനുഭവിച്ചറിയാം റെക്കിയുടെ പ്രപഞ്ച ഊർജ്ജം. ഒന്ന് രാവിലെയുള്ള ദീക്ഷയുടെ സമയത്ത്, അത് കഴിഞ്ഞ അരമണിക്കൂർ. പിന്നെ രാത്രിയുള്ള 10ഉം 10:30യും. അത് രാത്രി ഒരു ദിവസം മാത്രമല്ല, നാളെ മാത്രമല്ല, നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും. അങ്ങനെ 3 കണ്ടിന്യൂസ് ദിവസം ഞാൻ ഫ്രീ ആയിട്ട് റെക്കിയുടെ എനർജി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ചിലവർക്ക് ആർക്കെങ്കിലും ഈ അസ്വസ്ഥതകൾ, റെക്കി ദീക്ഷ സ്വീകരിച്ച് ചിലർക്ക് ചില തലവേദന പോലെയോ അല്ലെങ്കിൽ തൊണ്ട വരണ്ട പോലെയോ അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ 3 ദിവസം ഞാൻ നൽകുന്നത് അത് നിങ്ങളെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഫിറ്റാക്കി മാറ്റും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. എല്ലാ ടോപ്പിക്കും ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തു. ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഇനി ലാസ്റ്റ് ചെയ്യാനുള്ള ഓരോരുത്തരുടെ പേര് ഞാൻ വിളിക്കും. നേരിട്ടിട്ട് എനിക്ക് അവരെ കാണണം. അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ സമയം മോർണിംഗ് 7 and 7:15 ആണെങ്കിൽ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഈവനിങ് ടൈം എന്ന് പറയണം. ഇനി ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കുക. അതിനടുത്ത് കോമൺ ആയിട്ട് ചോദ്യങ്ങൾ എന്തെങ്കിലും റെക്കിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഏത് വിഷയങ്ങളെ കുറിച്ചുള്ള ചോദിക്കാം. സാറ് നേരിട്ട് ഗൈഡൻസ് തന്നല്ലേ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്? നല്ല ചോദ്യം. അതാണ് ഞാൻ ഈ ചോദ്യം എൻ്റെ മിക്ക സൂമിൽ ഞാൻ ഇങ്ങനെ കേൾക്കാനായിട്ട് കൊതിക്കും. ആരും എന്താ ഇത് ചോദിക്കാത്തതെന്ന്. ആക്ച്വലി ഞാൻ നേരിട്ടൊന്നും വരുന്നില്ല. ഞാൻ യാതൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല നാളെ. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എല്ലാവരെയും നേരിട്ട് കാണുക. എനിക്കിന്ന് നേരിട്ട് കാണുന്നതോടുകൂടി തന്നെ ഞാൻ കണക്റ്റ് ആവും എല്ലാവരുമായിട്ട്. അതുകൊണ്ടാണ് റേക്കി എന്ന് പറയുന്നത് നിഗൂഢമാണ്, ദൈവികമാണ്, മംഗളകരമാണെന്ന് പറയുന്നത്. അത്രയും പവർഫുള്ളാണ്. നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് അധീനമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഇപ്പോൾ കണ്ടാൽ മതി, ഞാൻ നിങ്ങളുമായി കണക്റ്റായി. ക്ലിയർ ആയോ എന്താ പറഞ്ഞതെന്ന്? ഓക്കെ, താങ്ക് യു സാർ. ക്ലിയർ ആയി. താങ്ക് യു. താങ്ക് യു സാർ. മോസ്റ്റ് വെൽക്കം. അത്രയും പവർഫുള്ളാ. റേക്കിക്ക് എവിടെയും ചെന്ന് പ്രവർത്തിക്കാം. ദേശകാല പാത്രം ഒന്നും ഇല്ല. ഏത് ലോകത്ത് ചെന്നിട്ട്, ഏത് ത്രിലോകത്തിൽ എവിടെ വേണമെങ്കിൽ റേക്കി സെൻഡ് ചെയ്യാം നിങ്ങൾക്ക്. നരകത്തിൽ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യാം. ഇനി സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാരുടെ വിശേഷം ചോദിക്കേണ്ട അത് ചെയ്യാം. റേക്കി ഭൂതകാലം, വർത്തമാനകാലം, അതേപോലെ തന്നെ ഭവിഷ്യകാലത്തേക്കും ചെന്ന് പ്രവർത്തിക്കുന്നതാണ് റേക്കി. അത് സെക്കൻഡ് ലെവലിലേക്കൊക്കെ വരുമ്പോൾ എന്താണെന്നുള്ളത് അറിയാം. ഇപ്പം കുറച്ച് കൺഫ്യൂഷൻ ആവണ്ട.
സിമ്പിളായിട്ട് ഈ പറഞ്ഞ പോലെ കൈവച്ച് ചികിത്സ സ്വയം ചെയ്യുക, അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. സെക്കൻഡ് ലെവൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് എന്താണ് എന്നുള്ളത് പഠിച്ചെടുക്കാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു, മോസ്റ്റ് വെൽക്കം. വേറെ ആർക്കെന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കാം. എന്നിട്ട് രാവിലെ ആണെങ്കിൽ രാവിലെ പറയാം, വൈകിട്ടാണ് വൈകിട്ട് പറയാം. ഞാൻ അതിനനുസരിച്ചിട്ട് അവരുടെ ദീക്ഷ ചെയ്തിരിക്കും. അപ്പം രാവിലെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ആരുടെയും ഫോൺ എടുക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ സംശയങ്ങൾ വലുതുണ്ടെങ്കിൽ ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടോളൂ. അല്ലെങ്കിൽ നാളെ 8 മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിരിക്കും. അതുവരെ മോർണിംഗിൽ ഞാൻ ഈ കാര്യങ്ങളുമായിട്ട് ദീക്ഷയുമായി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്. അതിന് നിങ്ങളും അതേപോലെ തന്നെ ഇന്ന് തന്നെ നാളത്തെ കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. എവിടെ ഇരുന്ന് ചെയ്യണം എന്നാൽ ഇപ്പം തന്നെ ഇന്ന് തന്നെ ചിന്തിക്കുക. അല്ലാതെ നാളെ ആവട്ടെ വെച്ച് കഴിഞ്ഞാൽ മടിയന്മാരുടെ പരിപാടി അത്. നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യുക എന്നൊരു ചൊല്ലില്ലേ, അതുപോലെ ചെയ്യണം. മടിയന്മാരാണ് നാളേക്ക് വെക്കുക, എന്നിട്ട് ലാസ്റ്റ് ഫൈനലിൽ എല്ലാം കൂടി കൊളാവും. എന്തൊക്കെയോ ആക്കിയിട്ടൊക്കെ ചെയ്തു, എന്നിട്ട് പറയും സാറേ ദീക്ഷ ഫലമം ചെയ്തില്ല എന്ന് പറയും. അങ്ങനെയാവരുത്. സീരിയസ് ആയിട്ട് ചെയ്യുക. ഇന്ന് തന്നെ എവിടെ നിന്ന് ചെയ്യണം എന്നുള്ള കാര്യം ചിന്തിക്കുക. അത് മാത്രമല്ല, ബാഹ്യ അഭ്യന്തര ശുചിഹി എന്ന് പറയുന്നത് എന്താണ്? ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള ശുചിത്വം വരുത്തുക. നാളെ നടക്കാൻ പോകുന്നത് മംഗളകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മംഗളകരമായിട്ടുള്ള കാര്യം നടക്കുമ്പോൾ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും ചെയ്തോളൂ. പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ദീക്ഷ സ്വീകരിച്ചോളൂ. ഇനി അതൊന്നും ഇല്ല എങ്കിൽ ഒരു ചന്ദനത്തിരിയൊക്കെ മിനിമം ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ദീക്ഷ സ്വീകരിച്ചോളൂ. അതാണ് ബാഹ്യ അഭ്യന്തര ശുചി. നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വേണം ചെയ്യാൻ. കാരണം നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള ജന്മമാണ്, ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് റേക്കിയിൽ കൂടെ നാളെ ലഭിക്കുന്നത്. സ്പിരിച്വൽ റീബർത്ത് എന്ന് പറയും. കൗതുകം തോന്നും, കൗതുകപ്പെടേണ്ട, എല്ലാം നമുക്ക് ഘട്ടം ഘട്ടങ്ങളായിട്ട് മനസ്സിലാവും. അപ്പം നാളത്തേത് മംഗളകരമായിട്ടുള്ള കാര്യമാണ്. കുളിച്ച് പവിത്രമായിട്ട് ശുദ്ധിയോടുകൂടിയിട്ട് അത് സ്വീകരിക്കുക. ബാഹ്യ അഭ്യന്തര ശുചി, വെളിയിലും അകത്തും. എന്താണ് വെളിയിലുള്ള ശുചിത്വം? ഇപ്പം പറഞ്ഞല്ലോ, കുളിച്ച് നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കുക, വിളക്കൊക്കെ കത്തിക്കുക. എന്നിട്ട് ബാഹ്യ അഭ്യന്തര ശുചി എന്താണ്? അകത്തുള്ള ശുചിത്വം. അത് ഞാൻ പറഞ്ഞില്ലേ, അരവയറ് ഭക്ഷണം കഴിക്കുക, നോണുകൾ ഒഴിവാക്കുക, അതാണ് ആന്തരിക ശുചിത്വം. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, അതാണ് ആന്തരികമായിട്ടുള്ള ശുചിത്വം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ സൂം മീറ്റിംഗ് പങ്കെടുക്കാൻ വന്നവർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഉത്സാഹത്തോടു കൂടി വന്നു, ഉത്സാഹത്തോടു കൂടി തന്നെ പറഞ്ഞ കാര്യങ്ങളും ചെയ്തു. എല്ലാവരും ഓഡിയോയും വീഡിയോ അൺമ്യൂട്ട് ചെയ്ത് കാണാനായിട്ടും സാധിച്ചു. അത് കാരണം നാളെ എല്ലാവർക്കും ദീക്ഷയും ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളത്തെ ദീക്ഷയ്ക്ക് ഞാൻ മുൻകൂട്ടി ഇപ്പം തന്നെ എല്ലാവർക്കും അഡ്വാൻസിൽ തന്നെ ദീക്ഷയുടെ ആശംസകൾ അർപ്പിക്കുകയാണ്. അപ്പോൾ റെക്കിയുടെ ഈ യാത്രയിൽ നിങ്ങളിപ്പോൾ റെക്കിയുടെ യാത്ര തുടങ്ങിയല്ലോ. ഇപ്പോൾ നാളത്തെ ദീക്ഷയോടുകൂടി സജീവമായി. അപ്പോൾ ഈ സജീവമായിട്ടുള്ള റെക്കിയുടെ യാത്രയിൽ എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you. താങ്ക് യു മോസ്റ്റ് വെൽക്കം. എല്ലാവിധ ആശംസകളും അറിയിക്കുക. ഓക്കെ.